ടെർമിനേറ്റർ സീറോ അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിലർ മാത്രമല്ല, ടീസർ, നോട്ട് സൂട്ടബിൾ ഫോർ വർക്ക് ട്രെയിലർ, അതായത് എയറേറ്റഡ് ട്രെയിലർ, പിന്നെ സ്നീക്ക് പീക്ക്, ഫസ്റ്റ് 6 minutes, ഇങ്ങനെ കുറേ സംഗതികൾ അവർ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇതൊരു അനിമയാണ്, ഇത് ജാപ്പനീസ് അനിമയാണ്. ഇത് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ജാപ്പനീസ് പ്രൊഡക്ഷനാണ് ഇത് ചെയ്തേക്കുന്നത്. അത് ഇംഗ്ലീഷ് ഡബ് ഉണ്ട്. ഇത് ഇതുവരെ ഇറങ്ങിയ സിനിമകളുമായിട്ട് വലിയ ബന്ധമില്ല, അത്ര അധികം ബന്ധമില്ല. ഈ ജോൺ കോണർ, സാറാ കോണർ, ആ ക്യാരക്ടേഴ്സൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഇതിനകത്ത് കംപ്ലീറ്റ്ലി വേറെ കുറേ ക്യാരക്ടേഴ്സാണ്. ഇതിൽ ഞാൻ ട്രെയിലറും ഈ എയറേറ്റഡ് ട്രെയിലറും കണ്ടു. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, ഒന്നും തെറ്റ് പറയാനില്ല. നല്ല രീതിയിൽ നല്ല ഗ്രാഫിക്സ് കാര്യങ്ങളല്ല, അനിമേഷൻ പിന്നെ സാധാരണ അനിമേഷൻ തന്നെ, അത് 2D അനിമേഷൻ. അതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനില്ല, കാര്യമായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിലൊരു പെണ്ണാണ് നായിക. പുള്ളിക്കാരി ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് 1997 വന്നു ജഡ്ജ്മെൻ്റ് ഡേ സ്റ്റോപ്പ് ചെയ്യാൻ. പക്ഷേ അതൊരു ടെർമിനേറ്ററിനെ ഇതുപോലെ അവർ അയച്ചിട്ടുണ്ട്, ഭാവിയിൽ നിന്ന് സ്കൈനെറ്റ് അയച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവരൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറെയാണ് കൊല്ലാൻ നോക്കുന്നത്. ആ പ്രോഗ്രാമറെ സേവ് ചെയ്യാനാണ് ഈ പെണ്ണ് നോക്കുന്നത്. ഇതിലെന്നിട്ട് കുറേ കുറേ മെഷീൻസൊക്കെ ഇങ്ങനെ സെൽഫ് അവെയർ ആയിട്ട് എഴുന്നേറ്റ് വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജഡ്ജ്മെൻ്റ് ഡേക്ക് തൊട്ട് മുമ്പുള്ള സംഗതികളായിരിക്കും കാണിക്കുന്നതെന്ന് തോന്നുന്നു. ഈ ടെർമിനേറ്റർ 1ഉം 2ഉം പോലെ ആയിരിക്കില്ല. അതിനകത്ത് ജഡ്ജ്മെൻ്റ് ഡേ വരുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നടക്കുന്നത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു കറക്റ്റ് ജഡ്ജ്മെൻ്റ് ഡേക്ക് തൊട്ട് മുമ്പ് നടക്കുന്ന സംഗതികളായിട്ടാണ് തോന്നണേ. അതും എയറേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. ചോര, അങ്ങനത്തെ കുറേ സംഗതികളൊക്കെ ഈ ആനിമേഷനിൽ കാണിക്കുന്നുണ്ട്. എനിക്കെന്തായാലും നല്ല പ്രതീക്ഷയുണ്ട് ഇതിൽ. പിന്നെ ജാപ്പനീസ് മേക്കേഴ്സ് കൂടെയാണ്, അപ്പോൾ കുറച്ചും കൂടെ വേറെ എന്തെങ്കിലും ഒരു പുതുമയുള്ള സംഗതി കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണം. എന്തായാലും നല്ല പ്രതീക്ഷയുള്ളൊരു ഇത് തന്നെയാണ്, സീരീസ് തന്നെയാണിത്.